ഒരു ശരി ശരി ഒരു ഇന്റൻഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ സജി, ഇപ്പോൾ ആന പരിപാലനം എന്ന് പറയുന്നത് ഏറ്റവും ചിലവേറിയതാണ്. താങ്കൾ തന്നെ മതപ്പാടുള്ള ദിവസങ്ങളിലെ ചിലവ് ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ സാധാരണഗതിയിൽ മതപ്പാട് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഉത്സവ സീസണുകളിൽ പൂർണ്ണമായും ആനയെ ഒഴിവാക്കേണ്ട സാഹചര്യം വരുന്നുണ്ടെന്ന് പല ആ, ആന പരിപാലകരും ആനയെ വളർത്തുന്നവരുമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കുണ്ടാകുന്ന ആ സമയത്തെ നഷ്ടവും കാര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിലുപരി ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള വിഷമതകളും പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെത്തിയാൽ തന്നെ ആനയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ മതപ്പാടിൻ്റെ ഒരു തുടക്കം കാണുന്ന സാഹചര്യത്തിൽ ആന ഭയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആനയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ, അതിനെ ആക്രമിക്കുന്ന രീതിയിലും ബഹളം വയ്ക്കുന്ന രീതിയിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഇതിനെ കൂടുതൽ സ്വാധീനിക്കുന്നത് താങ്കളുടെ അനുഭവത്തിൽ? ഇപ്പോൾ ക്ഷേത്രങ്ങളിലെല്ലാം അവരെല്ലാം നല്ല അവയർനെസ് ഉണ്ട്. കാര്യം ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ആനയിൽ നിന്ന് മാറ്റി നിർത്തി അവർ ചെയ്യാറുള്ളൂ. കാര്യം ആനകളുടെ എണ്ണം കുറവായപ്പോഴത്തേക്ക് ക്ഷേത്രങ്ങളുടെ എണ്ണം കുറവാണ് ഇപ്പൊ. അപ്പോൾ ഈ വളരെ വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികളെല്ലാം അവര് ഈ ആനയിൽ നിന്നും വളരെ അകലെ മാറ്റി നിർത്തി ചെയ്യുന്നുള്ള നടപടി എല്ലാ ക്ഷേത്രങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് നമ്മളും ഈ ഉത്സവത്തിന് ആനയെ ബുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ വിവരങ്ങളെല്ലാം അവരെ ബോധിപ്പിക്കുന്നുണ്ട്. വ്യക്തമായ ഇത് കൊടുക്കുന്നുണ്ട്. രജിസ്ട്രേഷനുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ നമ്മൾ എഴുന്നള്ളിക്കുള്ളൂ. അതായത് ഫോറസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് നമ്മൾ ആനയെ എഴുന്നള്ളിക്കാൻ വിടുന്നത്. ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ആ ക്ഷേത്രത്തിന് അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഇത്ര ആനയെ അവിടെ എഴുന്നള്ളിക്കാൻ സാധിക്കും എന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒച്ചയും പിന്നെ ഇടയ്ക്കൊക്കെ ഈ ലേസർ ലൈറ്റ് ഒക്കെ ചില എവിടെയും ഉണ്ടല്ലോ ചില കുഴപ്പക്കാരും. 100 പേരുണ്ടെങ്കിൽ 1-2 പേര് മോശപ്പെട്ടവരും ഉണ്ടാവാം. അവരിൽ നിന്നും ഇങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആനയ്ക്ക് ഈ ലേസർ ലൈറ്റ് ഒക്കെ അടിക്കുന്ന ആനയ്ക്ക് എന്തായാലും അസ്വാരസ്യം ഒക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് മിക്കവാറും ഒക്കെ ചില സ്ഥലങ്ങളിൽ ഈ ആനകളൊക്കെ പ്രകോപിപ്പിക്കില്ല. സ്വാഭാവികമായിട്ടും ആനയ്ക്ക് ഉത്സവത്തിന്റെ ഇടവേളകളിൽ വെള്ളം കൊടുക്കുകയും മിതമായ രീതിയിലുള്ള ആഹാരങ്ങളും ഉത്സവം പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരാരെയും ബഹളവും പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്.